Hi dear students, welcome to our online class. So in the last lecture we discussed about entropy and all and we have completed that chapter. Okay, now we are at the last chapter, Thermodynamic Functions. Okay, means നിങ്ങളുടെ തെർമലിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ സതീഷ് സാറാണ് എടുക്കുന്നത്. Okay, anyway, so we are at Thermodynamic Functions. വലിയൊരു ചാപ്റ്റർ ഒന്നുമല്ല, വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ആസ്ക് യു ദാറ്റ് ഹൗ മെനി തെർമോഡൈനാമിക് വേരിയബിൾസ് ആർ ദർ? ക്യാൻ യു സേ? ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടെ എഴുതാം. എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു തരൂ. പ്രഷർ ഉണ്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആളാണ്. ദെൻ ഓഫ് കോഴ്സ് വോളിയം ഉണ്ട്, പിന്നെ ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ. ടെമ്പറേച്ചർ പറഞ്ഞാൽ ഉടനെ ടി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ മനസ്സിൽ വരുന്ന ആളാണ്. എൻട്രോപ്പി ഉണ്ട് അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇന്റേണൽ എനർജി യു ഉണ്ട് അല്ലേ. ഇത്രയും തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് നമുക്ക് പരിചയമുണ്ട്. ഇതിൽ അവസാനത്തെ ആള് ആ യു, ഇന്റേണൽ എനർജി, അവിടെ നിൽക്കട്ടെ. അയാളെ നമുക്കിങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറ? ഡെഫിനറ്റ്ലി ഡെൽറ്റ ക്യു ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്, ആണല്ലോ അല്ലേ. അങ്ങനെയാണ് എന്താ ഡി യു? ഡി യു ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഇങ്ങോട്ട് എടുത്താൽ ഡെൽറ്റ ക്യു മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, നൗ ഈ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. വാട്ട് ഇസ് ഡെൽറ്റ ക്യു? നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, എൻട്രോപ്പി ചേഞ്ച് ഈക്വൽ ടു ഡെൽറ്റ ക്യു ബൈ ടി, അല്ലെങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ വി നോ ദാറ്റ് ടി ടി എസ് ആണ് എന്തെന്ന് ഡെൽറ്റ ക്യു അല്ലേ. ഞാൻ ഈ ഇക്വേഷൻ എഴുതൂലേ, നമുക്ക് നേരിട്ട് ഡെൽറ്റ ക്യു എന്താണെന്ന് വെച്ചാൽ ടി ഡി എസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അല്ല അത് അറിയണം നിങ്ങൾ, റൈറ്റ്? കാരണം ഇപ്പോൾ കുറേ ആയാലും തെർമോഡൈനാമിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്തായാലും അറിയാമെന്ന് എനിക്കറിയാം, പി ടി വി ആണ് അല്ലേ, റൈറ്റ്? സോ യൂസിങ് ടി ഡി എസ് ആൻഡ് പി ഡി വി, ദാറ്റ് മീൻസ് ഡെൽറ്റ ക്യു ആൻഡ് ഡെൽറ്റ ഡബ്ല്യു, ഐ ക്യാൻ റീറൈറ്റ് ഡി യു ആസ് എങ്ങനെ എഴുതാം? ഡി യു ഈക്വൽ ടു ഡെൽറ്റ ക്യു എന്താ? സി ടി ഡി എസ് മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്താ? പി ഡി വി. ഓക്കെ, റൈറ്റ്. നൗ സീ ദാറ്റ് internal energy is a function of ആക്ച്വലി ഇന്റേണൽ എനർജി നിങ്ങൾക്ക് ഇവിടെ പ്രഷറിൻ്റെയും അല്ലേ, വോളിയത്തിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ എൻട്രോപ്പിയുടെയും ഒക്കെ ടേംസിൽ ഇന്റേണൽ എനർജിയെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പം ഇന്റേണൽ എനർജി ഒറ്റയ്ക്ക് എവിടെയും അപ്പിയർ ചെയ്യുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് തെർമോഡൈനാമിക് തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് പ്രഷർ, ഐ വിൽ ചേഞ്ച് ദ കളർ, വെയിറ്റ്. അതേതൊക്കെയാണ്? പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, എൻട്രോപ്പി ഉണ്ട്. ഓക്കെ, ഇത്രയും 4 ആളുകളെ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ബിക്കോസ് ഇന്റേണൽ എനർജിയെ നമുക്ക് മുകളിലുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പ്രഷറും വോളിയവും ടെമ്പറേച്ചറും എൻട്രോപ്പി ആയിട്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും? കണക്ട് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് വൈ ഓൺലി ഫോർ തെർമോഡൈനാമിക് വേരിയബിൾസ് ആർ ഡിഫൈൻഡ്. അപ്പം നമ്മൾ 4 മാത്രമേ ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ മുന്നത്തെ ക്ലാസ് പറഞ്ഞത് ഓർമ്മിപ്പിക്കുവാണ്. ഈ 4 അറ്റ് എ ടൈം 2 തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് ആണ് നമുക്കൊരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ ആവശ്യമുള്ളത് അല്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പി വി അല്ലേ, പ്രഷർ വോളിയം പി വി എടുക്കാം, അല്ലെങ്കിൽ പ്രഷർ ടെമ്പറേച്ചർ അല്ലേ, പി ടി, അല്ലെങ്കിൽ ഏതാ പി എസ്
ഓക്കെ, ഇനി അല്ലെങ്കിൽ വി ടി. ഓക്കെ, പി എസ് അല്ലെങ്കിൽ വി ടി, അതുപോലെ ഏതും വി എസും. ഓക്കെ, അതായത് എത്ര ഉണ്ട് അങ്ങനെയാണെങ്കിൽ? യു കൗണ്ട്. യെസ്, 1 2 3 4 5. കഴിഞ്ഞോ? ലാസ്റ്റ് ഒന്നുകൂടെ ഉണ്ടാക്കാമല്ലോ അല്ലേ? ഇപ്പൊ പി വെച്ചിട്ട് പി ബി പി ടി പി എസ്, വി ടി വരുന്നത് വി എസ് വരുന്നത്, അതുപോലെ തന്നെ ടിയും എസും വരാമല്ലോ അല്ലേ? ഫൈനലി ടിയും എസും. ഓക്കെ, റൈറ്റ്. സോ ഒന്നുകൂടെ വന്നു. മൊത്തം 6 പോസിബിലിറ്റീസ് ആർ ദർ. അപ്പൊ മൊത്തം ഒരു 6 എന്താണ് പെയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ? ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഇവിടെ കൺസിഡർ ചെയ്യാം. അതായത് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് എ ടൈം 2 തെർമോഡൈനാമിക്കൽ വേരിയബിൾസ് എടുക്കാറുള്ളൂ. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിൽ തന്നെ 2 സെറ്റുകൾ നമുക്ക് എന്താ പറയുക ഒരുമിച്ച്, അതായത് ഐ വിൽ ഷോ യു വിച്ച് ഓഫ് ദം. പി വിയും ടി എസും. ഓക്കെ, ഏതൊക്കെ? പി വിയും ടി എസും. അവര് they won't occur separately. They do not occur separately. അവര് സെപ്പറേറ്റ്ലി ഒക്കർ ചെയ്യുന്ന ആളുകളല്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡി ഈക്വൽ ടി ഡി എസ് മൈനസ് പി ഡി വി ആണല്ലോ അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പ്രഷർ വോളിയം പെയറും ടെമ്പറേച്ചർ എൻട്രോപ്പി പെയറും സെപ്പറേറ്റ്ലി ഒക്കർ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം അങ്ങനെ സെപ്പറേറ്റ്ലി ഒക്കർ ചെയ്യുന്ന പെയേഴ്സിൻ്റെ അക്കൗണ്ട് മാത്രം എടുക്കുവാണെങ്കിൽ അങ്ങനെ എത്രയേ ഉള്ളൂ? രണ്ടാമത്തത് 1 2 3 4 അല്ലേ? ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത നമ്പർ പറയുകയാണെങ്കിൽ 2 3 4 5 എന്നീ പെയേഴ്സ് മാത്രമേ സെപ്പറേറ്റ്ലി അങ്ങനെയാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഒക്കർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഫോർ ദീസ് 4 സെപ്പറേറ്റ് പെയേഴ്സ് I can assume 4 thermodynamical functions. ഓക്കെ, അപ്പോൾ ഈ ഓരോ 4 പെയറിനും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? 4 തെർമോഡൈനാമിക് ഫങ്ഷൻസ് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ക്യാൻ ഡിഫൈൻ 4 thermodynamic functions associated with these 4 pairs. ഓക്കെ, അപ്പോൾ ഈ 4 പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 തെർമോഡൈനാമിക് ഫങ്ഷൻസ് എന്ത് ചെയ്യാം? അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ആ 4 തെർമോഡൈനാമിക് ഫങ്ഷൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, സോ യു ലിസൺ. അപ്പോൾ ഞാൻ ഇതൊക്കെ മയക്കുവാണ്. നമ്മൾ എന്നിട്ട് 4 തെർമോഡൈനാമിക് ഫങ്ഷൻസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഐ വിൽ ക്ലിയർ ഓൾ ദിസ്. നിങ്ങൾ എൻ്റെ കൂടെ നോട്ട് എഴുതിക്കൊള്ളൂ. ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, ഇല്ലെങ്കിൽ ഇതേ സ്റ്റെപ്സ് ഞാൻ വീണ്ടും ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് നിങ്ങൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് എന്താക്കുക, സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളെപ്പോഴും കൈ കൊണ്ട് എഴുതണം. ഓക്കെ, കൈ കൊണ്ട് എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് നമുക്ക് പരീക്ഷയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണ്ടേ? അങ്ങനെ പറ്റണമെങ്കിൽ അത് കൈ കൊണ്ട് എഴുതുക തന്നെ വേണം. ഇങ്ങനെ വായിച്ചുകൊണ്ടോ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇതെൻ്റെ കൂടെ എഴുതുക, അല്ലെങ്കിൽ മുഴുവൻ ക്ലാസ് കേട്ട ശേഷം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് എഴുതുക. ഓക്കെ, വാട്ട് എവർ യു ഹാവ് ടു റൈറ്റ് നോട്ട്സ്. അപ്പോൾ അത് ക്ലിയർ ആക്കണേ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്റേണൽ എനർജിയാണ് ഒന്നാമത്തെ തെർമോഡൈനാമിക് ഫംഗ്ഷൻ. ഓക്കെ, യു എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ഇന്റേണൽ എനർജിയെക്കുറിച്ച് ഫസ്റ്റ് ലോ പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, അല്ലെ ഫസ്റ്റ് ലോ പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് എന്താണെന്ന് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി, മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും അതിൻ്റെ മോഷനും കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ടോട്ടൽ എനർജി. ഓക്കെ, അതാണ് ഇന്റേണൽ എനർജി. എനിവേ, അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാനല്ല, നമുക്കതെങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഒരു പ്രൊസീജിയറിൽ 4 പെയർ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് അല്ലേ? ആ 4 പെയറിൽ 4 എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത്. അത് ഇന്റേണൽ എനർജിയെ നമ്മളിനി ഒരു തെർമോഡൈനാമിക് ഫങ്ഷനായിട്ട്
കാണാൻ പോവാണ്. ഓക്കെ, ഇത്ര നാൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഇന്റേണൽ എനർജിയെ അല്ലേ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം ആയിട്ടല്ല. ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. പക്ഷെ ഞാൻ ഒരു ഫങ്ഷൻ ആയിട്ട് അങ്ങനെ കാണുമ്പോൾ ബൈ യൂസിങ് സം മാത്തമാറ്റിക്കൽ ടെക്നിക്സ് നമുക്ക് കുറച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതെന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അടുത്ത സ്റ്റെപ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എനിവേ, ഫസ്റ്റ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഇറ്റ് ഈസ് ഇന്റേണൽ എനർജി യു. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ എഴുതിയ ഇക്വേഷൻ എന്ന് തുടങ്ങാം. ഇന്റേണൽ എനർജിക്കൽ ഇക്വേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ഒരിക്കലും ഇന്റേണൽ എനർജി ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അതല്ലേ ഫസ്റ്റ് ലോ പറയുന്നത്. ഡി യു ആണ് മെഷർ ചെയ്യുക അല്ലേ. ആൻഡ് വി ഹാവ് ദി ഇക്വേഷൻ ഡി യു. എന്തായിരുന്നു ഡി യു? ഓർമ്മ ഉണ്ടോ? ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആണ് അല്ലേ. തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമല്ലേ. ഡെൽറ്റ ക്യൂ നമ്മളെങ്ങനെ എഴുതി? ടി ഡി എസ് എന്ന് എഴുതി. ഡെൽറ്റ ഡബ്ല്യുവിന് പി ഡി വി എന്നും എഴുതി അല്ലേ. സോ ഡി വി ഇസ് ദിസ്. ഇതിനകത്തുനിന്ന് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ക്യാൻ റൈറ്റ്. നമുക്ക് യുവിനെ എന്തിൻ്റെ ഫംഗ്ഷനായിട്ട് അങ്ങനെയാണ് അസ്യൂം ചെയ്യുക? യു ക്യാൻ ബി അസ്യൂം ടു ബി എസിൻ്റെയും വിയുടെയും ഫംഗ്ഷനായിട്ട് എനിക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മറ്റ് കോമ്പിനേഷൻ ടി എസിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയുള്ള കോമ്പിനേഷൻ എടുക്കാം. പക്ഷേ നമ്മളൊരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ എന്നുള്ള ഫോമിൽ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്ത് വേണം, എന്താ ഗുണം വേണം അല്ലെ, മെച്ചം വേണം. വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഡിഫൈൻ ചെയ്ത് വെച്ചതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. എനിവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ here to define internal energy as a function of entropy and volume. Okay, അപ്പോൾ യുന നിങ്ങൾക്കൊരു തെർമോഡൈനാമിക് എന്ന ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യണം. നിങ്ങൾ എസിൻ്റെയും വിയുടെയും ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യണം, എങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. സോ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് വി. ഇനി നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കില്ലാണ് എനിക്ക് ആവശ്യം. ഓക്കെ, ഡി യു എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഓർമ്മ ഉണ്ടോ? നിങ്ങൾ പണ്ട് ഇപ്പോൾ ഞാൻ പറയാം, എഫ് എന്ന് പറയുന്ന ആള് എക്സിൻ്റെ വൈയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് കൺസിഡറിങ് വൈ ആസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡി എക്സ് അല്ലേ. പ്ലസ് കഴിഞ്ഞോ? ഇല്ല, അടുത്തത് വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം ഇൻറ്റു ഡി വൈ. ഈ രീതിയിൽ എന്നറിയാലോ നിങ്ങൾക്ക് അല്ലേ. ഈ ഐഡിയ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, സോ ഉപയോഗിച്ചോ. ഡി യു ഈക്വൽ ടു എന്താ വരിക? യെസ്, ഡോ യു ബൈ ആദ്യം എസ് ചെയ്യാം, ഡോ എസ് ട്രീറ്റിംഗ് വി എസ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡി എസ് പ്ലസ് അടുത്ത ആര് വിയിൽ ഡോ യു ബൈ ഡോ വി കൺസിഡറിങ് ആര് എസ് എസ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡി വി. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് അറിയാം, നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ഡി യു ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1, നൗ ഡി യു ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. ആ രണ്ട് ഇക്വേഷൻ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്താട്ടെ, അല്ല ഒന്ന് കമ്പയർ ചെയ്താട്ടെ. കമ്പയർ ചെയ്താട്ടെ. എന്താ മനസ്സിലാക്കാൻ പറ്റുക? ടി ഡി എസ് ഇവിടെ ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് മൈനസ് പി ഡി വി, ആ സ്ഥാനത്ത് ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡി വി. സോ by comparing equation 1 and 2, comparing equation 1 and 2, you understand that dou u by dou s at constant volume is nothing but എന്താണ്? ഒന്നാമത്തെ ഇക്വേഷൻ നോക്ക്, ഡി എസിന് മുമ്പുള്ള ആളാരാ? ടി ആണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മൈനസ് പി ആണ് ഡോ യു ബൈ ഡോ വിൻ്റെ അടുത്ത് വരിക, അഥവാ മൈനസ് ഡോ യു ബൈ ഡോ വി. ഓക്കെ, എസ് ഈസ് എ കോൺസ്റ്റന്റ് ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? പ്രഷർ. അപ്പം നിങ്ങൾക്ക് ടെമ്പറേച്ചറും പ്രഷറും കാണാം. എന്തിൽ നിന്ന്? നിങ്ങളുടെ ഇന്റേണൽ എനർജി യുവിൽ നിന്ന്. ഓക്കെ, അതായത് ഒന്നാമത്തെ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ടിയും പിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. റൈറ്റ്, ക്ലിയർ അല്ലേ? ഓക്കെ,
ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കിക്കോളൂ. ഇക്വേഷൻ 1 ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഇക്വേഷൻ. ഓക്കെ, യു ഹാവ് ടു കൺസിഡർ ഇക്വേഷൻ 1. അതിൽ യു സപ്പോസ് ദാറ്റ് ദ പ്രോസസ് ഈസ് അഡിയാബാറ്റിക്. ഓക്കെ, പ്രോസസ് ഒരു അഡിയാബാറ്റിക് ആണെന്ന് വിചാരിക്കുക. റൈറ്റ്, അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് അഡിയാബാറ്റിക് ഇംപ്ലൈസ്? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, ടെമ്പറേച്ചർ മാറും, ഡെൽറ്റ ക്യൂ ഈസ് 0. ഡെൽറ്റ ക്യൂ 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യൂവിന് എങ്ങനെ എഴുതായിരുന്നു? TdS എന്ന് എഴുതായിരുന്നു അല്ലേ? അതായത് ഇക്വേഷൻ 1 പ്രകാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും du ഈക്വൽ ടു അല്ലേ, ഐ വിൽ റൈറ്റ് ഇറ്റ് ഇൻ സം അനദർ കളർ. എന്ത് മനസ്സിലാക്കാം? du ഈക്വൽ ടു എന്ത് കിട്ടും? TdS 0 ആയി, ബിക്കോസ് ഡെൽറ്റ ക്യൂ ഈസ് 0. സോ മൈനസ് PdV. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു അഡിയാബാറ്റിക് പ്രോസസ്സിൽ സിസ്റ്റം ചെയ്യുന്ന വർക്ക് അല്ലെ PdV എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇന്റേണൽ എനർജിയിൽ നിന്നും ചെയ്യുന്നതാണ്. അല്ലെ, ഇന്റേണൽ എനർജിയാണ് അവിടെ എന്തായിട്ട് സിസ്റ്റം മാറ്റുന്നത്? വർക്കായിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ തീർച്ചയായിട്ടും സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദി എക്സ്പെൻസ് ഓഫ് ഇറ്റ്സ് ഇന്റേണൽ എനർജി. സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയാണ് അവിടെ വർക്കായിട്ട് കിട്ടുന്നത് അല്ലെ. PdV എന്ന് പറഞ്ഞാൽ വർക്കാണല്ലോ. ഓക്കെ, അതാണ് ഈ du മൈനസ് PdVയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇനി ഒരു ഐസോകോറിക് അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിലോ? ഐസോകോറിക് അഡിയാബാറ്റിക്, അതിനർത്ഥം എന്താ? യെസ്, ഡെഫിനറ്റ്ലി ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ആണ്. അതായത് TdS ഈക്വൽ ടു 0. അത് മാത്രമാണോ? ഐസോകോറിക് കൂടിയാണ്. ഐസോകോറിക് മീൻസ് dV ഈക്വൽ ടു 0 അല്ലേ, ഇംപ്ലൈസ് PdV ഈക്വൽ ടു 0 ആണ് അല്ലേ. അങ്ങനെയാണ് ഇക്വേഷൻ 1 എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. du ഈക്വൽ ടു TdS 0 ആണ്, PdV 0 ആണ്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് 0. അപ്പൊ ഇന്റേണൽ എനർജി എന്താണ്? ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്? 0 ആണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? ഇന്റേണൽ എനർജിക്കുള്ള ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്റേണൽ എനർജി ഇസ് എ കോൺസ്റ്റന്റ് അല്ലേ. U ഈസ് എ കോൺസ്റ്റന്റ്. U ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണ്. ചേഞ്ച് ഇല്ലെങ്കിൽ U എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇറ്റ്സ് വെരി ക്ലിയർ. സോ ഇന്റേണൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ഫോർ ഐസോകോറിക് അഡിയാബാറ്റിക് പ്രോസസ്. ഓക്കെ, സോ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് ഇൻ എൻ ഐസോകോറിക് അഡിയാബാറ്റിക് പ്രോസസ്. കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇന്റേണൽ എനർജിയുമായി ബന്ധപ്പെട്ട് തെർമോഡൈനാമിക് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അറ്റ് ദിസ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ തെർമോഡൈനാമിക് ഫംഗ്ഷനിലേക്ക് കടക്കാം. സോ സെക്കൻഡ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ. ഓക്കെ, F എന്ന് ഡിനോട്ട് ചെയ്യും. ഇതിനെ നമുക്ക് യു ക്യാൻ കോൾ ഇറ്റ് ആസ് അതർവൈസ് ഫ്രീ എനർജി. ഓക്കെ, right, you will understand why it is called free energy later on this lecture. ഈ ലെക്ചറിൻ്റെ കുറച്ച് അങ്ങോട്ട് എത്തി അങ്ങ് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഫ്രീ എനർജി എന്ന് വിളിച്ചു. ഓക്കെ, തൽക്കാലം മനസ്സിലാക്കി വെക്കുക ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്രീ എനർജി. വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെയിം ഇക്വേഷൻ du ദാറ്റ് ഈസ് ഈക്വൽ ടു TdS മൈനസ് PdV. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ചെറിയ ചില മാത്തമാറ്റിക്കൽ ചേഞ്ചസ് വരുത്താൻ പോവാണ്. ഓക്കെ, അതായത് നിങ്ങളൊരു SDT ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യാം. നോക്കോളെ, du ഈക്വൽ ടു TdS ഈസ് ദർ, യു ആഡ് SDT. അപ്പം അത് റിസൾട്ട് മാറാതിരിക്കാൻ നമ്മൾ മൈനസ് SDT കൂടെ ചെയ്യണം. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ആരുണ്ട്? മൈനസ് PdV ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ യെസ് ഇതിൽ ചെറിയൊരു മാറ്റം കൂടെ, അതായത് du ഈ ഫസ്റ്റത്തെ രണ്ട് ടേമില്ലേ TdS പ്ലസ് SDT അതിനെ LHസിലേക്ക് എടുക്കുക. അപ്പം എന്താ വരിക? ഈ du മൈനസ് TdS
ഇത് പ്ലസ് അല്ല, അപ്പം ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ മൈനസ് ആയി. അടുത്ത രണ്ടാമത്തെ എസ് ഡി ടിയും എന്താണ്, പ്ലസ് ആണ്. അത് എൽ എച്ച് എസിലേക്ക് പോകുമ്പോൾ മൈനസ് എസ് ഡി ടി. ഓക്കെ, ഈക്വൽ ടു ബാക്കി ആരുണ്ട്, മൈനസ് എസ് ഡി ടി അവിടെ ഉണ്ട്, മൈനസ് പി ഡി വിയും അവിടെ ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് നോക്കിക്കോളേ, എൽ എച്ച് എസ് തന്നെ ഡി യു മൈനസ്, ഈ മൈനസിനെ മൊത്തം പുറത്തെടുത്താൽ ശരിക്കും എങ്ങനെ എഴുതാം, ടി ഡി എസ് പ്ലസ് എസ് ഡി ടിന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു മൈനസ് എസ് ഡി ടി മൈനസ് പി ടി വി ടി. ഓക്കെ, റൈറ്റ്, കുഴപ്പമില്ലല്ലോ. മൈനസിനെ പുറത്തെടുത്തിട്ട് ബ്രാക്കറ്റ് ഇട്ടു, വേറെ സംഭവിച്ചിരിക്കില്ലേ. ദെൻ ഡി യു മൈനസ് ഈ ടി ഡി എസ് പ്ലസ് എസ് ഡി ടിന് എങ്ങനെ എഴുതാൻ എനിക്ക് നോക്കട്ടെ, ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് പ്ലസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് വാട്ട്, ടി എസ്. ഡെറിവേറ്റീവ് ഓഫ് ടി എസ് എന്താ, ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് പ്ലസ് എസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി. അതല്ലേ മേലെ ബ്രാക്കറ്റ് ഉള്ളത്. സോ യു ക്യാൻ റൈറ്റ്, ഞാൻ ഇവിടെ റെഡ് അണ്ടർലൈൻ ഇട്ടിരിക്കുന്ന ഈ ടേം, ബ്രാക്കറ്റിലെ ടേമിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഡെറിവേറ്റീവ് ഓഫ് ടി എസ് എന്ന് എഴുതാം. ഓക്കെ, അണ്ടർലൈൻ കറസ്പോണ്ട്സ് ടു ദി സെയിം ടേം, ഈക്വൽ ടു ആർ എച്ച് എസിൽ എന്താ ഉള്ളത്, മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ ഇപ്പൊ നോക്ക്, ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ടി എസ്, അങ്ങനെ പകരം ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ടി എസ് എഴുതിക്കൂടെ, അല്ലെ? എഴുതിക്കൂടെ? എഴുതാം. സോ ഐ എം റീറൈറ്റിംഗ് ഇറ്റ് ആസ്, നോക്കോളെ, ഡെറിവേറ്റീവ് ഓഫ് ശരിക്കും എന്തൊക്കെയാണ്, യു ടി എസ് ആണ്. അപ്പൊ യു മൈനസ് ടി എസ്, എന്താ, ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ടി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി മൈനസ് പി ഡി വി. കറക്റ്റ് അല്ലേ? ഓക്കെ, എസ് ഡി ടി മൈനസ് പി ഡി വി. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേം കാണുന്നുണ്ട്, ഡെറിവേറ്റീവ് ഓഫ് യു മൈനസ് ടി എസ്. ഓക്കെ, ഹിയർ ദിസ് യു മൈനസ് ടി എസ് ടേം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എന്ന് വിളിക്കും. അഥവാ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തത്, എഫ് എന്നാണ്. ഞാൻ ഫുൾ എഴുതുന്നില്ല, അത് ഈ എഴുതുക എന്ന് പറയുന്നത് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് എഫ് എന്നല്ല നമ്മൾ ഡിനോട്ട് ചെയ്തത്, ഇപ്പം നോക്കിയാൽ മനസ്സിലാവും അല്ലേ. സോ എഫ്, വി കോൾ ഇറ്റ് ആസ് എഫ് ഓർ ദി ഫ്രീ എനർജി, ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ചേഞ്ച് ദി അബോവ് ഇക്വേഷൻ ആസ് ഡി, ബ്രാക്കറ്റിലെ ടേം എന്താ, എഫ് ആണ്. സോ ഇറ്റ് ഈസ് ഡി എഫ്, ചേഞ്ച് ഇൻ എഫ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി മൈനസ് പി ടി വി. ഓക്കെ, സോ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻ കിട്ടി. നമ്മൾ ഡി യു ഒക്കെ എഴുതിയ പോലെ ഡി എഫിന് ഒരു റിലേഷൻ കിട്ടി. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, എഫിനെ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വി. ഓക്കെ, ടെമ്പറേച്ചർ വോളിയത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അങ്ങനെയാണ് വാട്ട് ഇസ് ഡി എഫ്, നേരത്തെ ഇത് ഓർമ്മയില്ല, ഡോ എഫ് ബൈ ഡോ ടി ബൈ കൺസിഡറിങ് വോളിയം ആസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ട്രീറ്റിംഗ് ടെമ്പറേച്ചർ ആസ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഡി വി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഒന്ന് കമ്പയർ ചെയ്യുക. എന്താ മനസ്സിലാക്കാൻ പറ്റുക, വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, യെസ്, മൈനസ് ഡോ എഫ് ബൈ ഡോ ടി. ഓക്കെ, at constant volume is yes, and minus dou f by dou v at constant temperature is മേലോക്ക് ഒന്നാ നോക്കുക അല്ലെ, ഇവിടെ ഡി വി ഉണ്ട്, ഇവിടെ ഡി വി ഉണ്ട്, മുന്നിൽ മൈനസ് പി ആണുള്ളത്, അത് ഡോ എഫ് ബൈ ഡോ വി ആണ്. അപ്പോൾ മൈനസ് ഇപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് ഡോ എഫ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എസും ബിയും കിട്ടിയില്ലേ. സോ ഫ്രം ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ എഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എസ് ആൻഡ് പി, എൻട്രോപ്പി ആൻഡ് പ്രഷർ. ഓക്കെ, അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയ റിസൾട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഫ്രീ എനർജി എന്ന് എന്തോ കൊണ്ട് വിളിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാം. യു ജസ്റ്റ് ലിസൺ മീ. ഞാൻ ഇവിടെ സൈഡില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ ഈ ഡെറിവേഷൻസ് ഞാൻ മയക്കാൻ പോവാണേ. നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം,
അതായത് നിങ്ങളിതൊരു ഐസോതെർമൽ അല്ലെ റിവേഴ്സിബിൾ isothermal process. So this is an isothermal process ആണെന്ന് കൺസിഡർ ചെയ്യുക എന്ന് വിചാരിക്കുക. If this is an isothermal process, then dt temperature change is 0. അല്ലേ? അങ്ങനെയാണ് ഫ്രം ഇക്വേഷൻ 1 നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. dt ഇക്വേഷൻ 1 നോക്കടാ. dt എന്ന് പറഞ്ഞ ആളെന്തായി? 0 ആയി. dt 0 ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടേം എഫിലെ ഫസ്റ്റ് ടേം 0 ആയി. അപ്പൊ ഡി എഫ് ഈക്വൽ ടു എന്തേ ഉണ്ടാവുള്ളൂ? യെസ്, ഡി എഫ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി പോയി, ബിക്കോസ് ഐസോതെർമൽ പ്രോസസ് ആണ്. ഡി ടി 0 ആണ്. മൈനസ് പി ഡി വി. ഓക്കെ, അപ്പൊ സിസ്റ്റം തരുന്ന വർക്ക് അല്ലേ ഐസോതെർമൽ പ്രോസസ്സിൽ, അത് പ്രത്യേകം പറയണം, ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് ദി ഹെൽമോൾട്സ് ഫംഗ്ഷൻ, ചേഞ്ച് ഇൻ ഹെൽമോൾട്സ് ഫംഗ്ഷൻ. അപ്പൊ ഇത്ര അർത്ഥമുള്ളൂ. നമ്മുടെ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ അത് എന്തിലാണ്? അതായത് ഐസോതെർമൽ, ശ്രദ്ധിക്കണേ, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു ഐസോതെർമൽ പ്രോസസ്സിലാണേ. ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തിനാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്? എഫിൽ അല്ലേ? ഡി എഫ് ആണ്, എഫ് ആണ് മാറുന്നത്. ഓക്കെ, അതായത് ഏത് ടേം? ഹെൽമോൾട്സ് ഫംഗ്ഷൻ ആണ് മാറുന്നത്. ഓക്കെ, അപ്പൊ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജി ആണ് അല്ലെ. അപ്പൊ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ചേഞ്ചിങ് ദി ഫംഗ്ഷൻ എഫ്. ദാറ്റ് മീൻസ് എഫ് ഈസ് ദി ഫ്രീ എനർജി. ഓക്കെ, എഫിന് നമുക്ക്, അതുകൊണ്ടാണ് എഫിന് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? ഫ്രീ എനർജി എന്നുള്ള പേരിട്ട് വിളിച്ചത്. ഓക്കെ, സിസ്റ്റത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെ എന്തായിട്ടാണ് മാറുന്നത്? അതിന്റെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലാണ് ചേഞ്ച് വരുത്തുന്നത്. ദാറ്റ് മീൻസ് ഹെൽമോൾട്സ് ഫംഗ്ഷനിലാണ് ചേഞ്ച് വരുത്തുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിച്ചത് നമ്മൾ? ഫ്രീ എനർജി എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഐസോതെർമൽ ഐസോകോറിക് പ്രോസസ്, നേരത്തെ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഐസോതെർമലുമാണ് ഓക്കെ ആൻഡ് ഐസോകോറിക്കുമാണ്. അപ്പൊ ഇക്വേഷൻ 1 നോക്കി നോക്കുക. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ എസ് ഡി ടി 0 ആയി. ഐസോകോറിക് എന്ന് പറഞ്ഞാൽ ഡി വി 0 ആണ്. അപ്പൊ പി ഡി വി 0 ആയി. അപ്പൊ ഡി എഫ് ഈക്വൽ ടു എന്താ കിട്ടുക? 0. ഓക്കെ, ഡി എഫ് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് ഡി എഫ് ഈക്വൽ ടു 0 ആയത്? ഐസോതെർമൽ, സോ ദിസ് ഡി ടി ഈസ് 0. ഇക്വേഷൻ 1 നോക്കുക, ഡി ടി ഈസ് 0. അപ്പൊ ഫസ്റ്റ് ടേം 0 ആയി. ഐസോകോറിക് എന്ന് പറയുമ്പോൾ വോളിയം ഈസ് എ കോൺസ്റ്റന്റ്, സോ ഡി വി ഈസ് 0. അങ്ങനെയാണ് പി ഡി വി 0 ആയി. സോ 0 മൈനസ് 0 0, ഡി എഫ് ഈസ് 0. ഓക്കെ, ദാറ്റ് മീൻസ് അതിന്റെ അർത്ഥം എന്താ? ഡി എഫ് 0 എന്ന് പറഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് ഡി എഫ് 0 ഇംപ്ലൈസ് എന്താണ് അർത്ഥം? എഫ് എന്താന്നാ? കോൺസ്റ്റന്റ് എന്നല്ലേ? എഫ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ റിസൾട്ട്. ഒരു ഐസോതെർമൽ ഐസോകോറിക് പ്രോസസ്സിൽ ഹെൽമോൾട്സ് ഫംഗ്ഷൻ അഥവാ ഫ്രീ എനർജി എന്താണ്? റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഹെൽമോൾട്സ് ഫ്രീ എനർജി ഓഫ് എ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് ഡ്യൂറിങ് ആൻ ഐസോതെർമൽ ഐസോകോറിക് പ്രോസസ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഫംഗ്ഷനിലേക്ക് കിടക്കാം. ഓക്കെ, മൂന്നും ഞാൻ ഈ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ഫോർമുല എഴുതും, എന്നിട്ട് ഇങ്ങനെയുള്ള ചില അതിന്റെ പ്രത്യേകതകൾ നമ്മൾ പറയും. ഇനി 2 ഫംഗ്ഷൻ കൂടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, എന്നിട്ട് അവസാനിപ്പിക്കാം. യു ലിസൺ. നേരത്തെ പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി യുനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ഡി യു ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ടി ഡി എസ് മൈനസ് പി ഡി വി. ഓക്കെ, നേരത്തെ നമ്മൾ എസ് ഡി ടി കൂട്ടുകയും കുറക്കുകയും ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾ ഇവിടെ എ ഡി സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തില്ലേ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡി വി ഈക്വൽ ടു നോക്കോളെ ടി ഡി എസ് മൈനസ് പി ഡി വി. യു ആഡ് വി ഡി പി ആൻഡ് സബ്സ്ട്രാക്ട് മൈനസ് വി ഡി പി. അപ്പോൾ വി ഡി പി ആഡ് ചെയ്ത് വി ഡി പി എന്ത് ചെയ്തു? സബ്സ്ട്രാക്ട് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ 2 മൈനസ് ടേം ആണെന്നുണ്ടോ? മൈനസ് പി ഡി വിയും മൈനസ് വി ഡി പി. അതിനെ എൽ എക്സിലേക്ക് എടുക്കുക. അപ്പം എന്താ വരിക? ഡി യു ഈ മൈനസ് പി ഡി വി ഇപ്പുറം വന്നാൽ പ്ലസ്
PdV. Minus VdP LSലേക്ക് വന്നാൽ പ്ലസ് VdP. ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? ഇപ്പുറത്തെ ബാക്കിയുള്ളത് ഒരു TdS ഉണ്ട് പ്ലസ് VdP ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നോക്കോളൂ, du PdV plus VdP. That means it is the derivative of pressure into volume. അല്ലേ? Derivative of PV എന്താ? P into dV plus V into dP. അതല്ലേ ഈ ടേം? യെസ്, that's equal to TdS plus VdP. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഡെറിവേറ്റീവ് ഓഫ് U പ്ലസ് PV ഈക്വൽ ടു TdS പ്ലസ് VdP എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? ഡെറിവേറ്റീവ് ഓഫ് U പ്ലസ് PV ഈക്വൽ ടു TdS പ്ലസ് VdP. ഓക്കെ, എനി പ്രോബ്ലം? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഏത്? ഇതാ ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന U പ്ലസ് PV എന്ന് പറയുന്ന ഫംഗ്ഷൻ, U പ്ലസ് PV എന്നുള്ള ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വി ഡിഫൈൻഡ് ആസ് എൻതാൽപ്പി. എൻതാൽപ്പി മീൻസ് H. ഓക്കെ, ദാറ്റ് U പ്ലസ് PV is defined as എൻതാൽപ്പി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ താഴത്തെ ഇക്വേഷൻ എന്താവും? ഡി ഇൻ ഡെറിവേറ്റീവ് ഓഫ് U പ്ലസ് PV ആണ്. U പ്ലസ് PV എന്ന H ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് H DH ഈക്വൽ ടു TdS പ്ലസ് VdP. ഓക്കെ, DH ഈക്വൽ ടു TdS പ്ലസ് VdP. കുഴപ്പമുണ്ടോ? റൈറ്റ്. Another important equation. Okay, another important equation. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? H അതിനെ നമുക്ക് എന്തിൻ്റെ ഫംഗ്ഷനായിട്ട്? എസിൻ്റെയും അതുപോലെ പ്രഷറിൻ്റെ ഫംഗ്ഷനായിട്ട് എടുക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ DH എന്താ കിട്ടുക? ഇതിൽ കമ്പയർ ചെയ്യണ്ടേ നമുക്ക് അല്ലേ? dou H by dou S considering P as a constant into ds plus dou H by dou P. അല്ലേ? എസിൻ്റെ Pൻ്റെ അല്ലേ? so dou H by dou P treating S as a constant into dP. റൈറ്റ്. നിങ്ങൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഒന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ്. ഇവിടെ DSന് മുമ്പിൽ dou H by dou S ആണുള്ളത്, ഇവിടെ T ആണുള്ളത്. സോ യു അണ്ടർസ്റ്റാൻഡ് dou H by dou S at constant pressure is nothing but temperature, and dou H by dou P. അല്ലേ? രണ്ടാമത്തെ ടേം നോക്കുക. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ടേം നോക്കുക. dou H by dou P at constant entropy. Yes, that's equal to ഒന്നാമത്തെ ഇക്വേഷൻ നോക്കുക. DPയുടെ മുമ്പിൽ ആരാളുള്ളത്? V അല്ലേ? വോളിയം. ഓക്കെ, സോ ഫ്രം എൻതാൽപ്പി യു ഗെറ്റ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. രണ്ട് ഇക്വേഷൻസ്. ആ ബ്ലൂ ഇങ്കിൽ നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻസ്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് എഴുതി വെക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇതൊരു isobaric process. Okay, if this is an isobaric process, isobaric process means pressure is a constant. That means change in pressure is 0. dP equal to 0. dP 0 ആണ് ഇക്വേഷൻ 1 നോക്കണേ. dH equal to TdS plus VdP ആണ് ഇക്വേഷൻ 1. അപ്പോൾ dP 0 ആണെങ്കിൽ ഈ ഇക്വേഷനിൽ RHSലെ രണ്ടാമത്തെ ടേം അതായത് VdP 0 ആയി. അപ്പോൾ DH ഈക്വൽ ടു എന്തായി മാറി? യു ഗെറ്റ് DH ഈക്വൽ ടു TdS. TdS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? DH ഈക്വൽ ടു TdS ഈസ് ഡെൽറ്റ Q. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ. എന്താണ് ഇതിനർത്ഥം? എന്താ? DH ഈക്വൽ ടു ഡെൽറ്റ Qൻ്റെ അർത്ഥം എന്താ? ഡെൽറ്റ Q മീൻസ് ദ ഹീറ്റ് given to the system. ഓക്കെ, അതെന്തിന് ഈക്വൽ ആണ്? അത് എൻതാൽപ്പി ചേഞ്ചിന് ഈക്വൽ ആണ്. ഓക്കെ, the change in enthalpy is equal to the heat absorbed. ഓക്കെ, നമുക്കത് അവിടെ എഴുതി വെക്കാം. എന്താ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ചേഞ്ച് ഇൻ എൻതാൽപ്പി അല്ലേ? ചേഞ്ച് ഇൻ എൻതാൽപ്പി H ഈസ്
equal to the heat absorbed. Okay, ഇത് ഹീറ്റ് എന്നാണ്, ഹീറ്റ് അബ്സോർബ്ഡ്. കറക്റ്റ് അല്ലേ? ഓക്കെ, റൈറ്റ്. അതിനാണ് സെക്കൻഡ് പോയിന്റ്. ഇതൊരു ഐസോബാറിക് ആൻഡ് അഡിയാബാറ്റിക് പ്രോസസ് ആണെങ്കിലോ? ഐസോബാറിക് ആൻഡ് അഡിയാബാറ്റിക്. ഐസോബാറിക് ആണെങ്കിൽ dp ഈക്വൽ ടു 0. അഡിയാബാറ്റിക് ആണെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0. ഓക്കെ, dpയും ഡെൽറ്റ ക്യൂ 0 ആണ്. ഡെൽറ്റ ക്യൂ മീൻസ് TDS ഈക്വൽ ടു 0. ഡെൽറ്റ ക്യൂ പറഞ്ഞാൽ TDS അല്ലേ? റൈറ്റ്. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ 1 നോക്കുക. അഡിയാബാറ്റിക് ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂ 0 ആണ്, അതായത് TDS. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ TDS, അത് 0 ആണ് അല്ലേ? ഈ ഫസ്റ്റ് ടേം 0 ആണ്. ഇനി ഐസോബാറിക് ആയതുകൊണ്ട് dp 0 ആണ്, അതുകൊണ്ട് VdP 0 ആണ്. ദാറ്റ് മീൻസ് DH ഈക്വൽ ടു 0 implies DH ഈക്വൽ ടു 0 ഓർ H എന്തായിരിക്കും? ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആണ്. H എന്തായിരിക്കും? എ കോൺസ്റ്റന്റ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഐസോബാറിക് അഡിയാബാറ്റിക് പ്രോസസ്സിൽ എൻതാൽപ്പി എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് എൻതാൽപ്പി റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ എ ഐസോബാറിക് അഡിയാബാറ്റിക് പ്രോസസ്. കുഴപ്പമുണ്ടോ? ഓക്കെ, ഇനി എക്സ്ട്രാ ആയിട്ട് ഇവിടെ നമ്മളൊരു കാര്യം കൂടെ ഓർമ്മിക്കാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കോളൂ. നമുക്കറിയാം ഇക്വേഷൻ 1 എന്താ? DH ഈക്വൽ ടു, ഞാൻ ഇപ്പുറത്ത് മാറ്റിയത്, അപ്പുറത്തിൻ്റെ ഇക്വേഷൻ എന്താ? TDS പ്ലസ് VdP ആണ്. അഥവാ DH ഈക്വൽ ടു TDS പറഞ്ഞാൽ ഐ നോ ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ പ്ലസ് VdP. ഓക്കെ, യു ഡിവൈഡ് ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് ബൈ dt. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? dt കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എന്താ വരിക? DH ബൈ dt ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ dt പ്ലസ് VdP ബൈ dt. ഓക്കെ, റൈറ്റ്, VdP ബൈ dt. ഇനി പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഐസോബാറിക് ആണെങ്കിൽ, അത് ക്ലിയർ ആയില്ലല്ലേ? ഇഫ് ദ പ്രോസസ് ഈസ് ഐസോബാറിക് ആണെങ്കിൽ dp 0 ആണ്. അപ്പൊ മുകളിലത്തെ ഇക്വേഷനിൽ രണ്ടാമത്തെ ടേം, ഞാൻ ഡബിൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ടേം എന്തായി? 0 ആയി. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? DH ബൈ dt ഓഫ് കോഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ dt അറ്റ് കോൺസ്റ്റന്റ് എന്താണ്? പ്രഷറാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഡെൽറ്റ ക്യൂ ബൈ dt എന്തായിരുന്നു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് മറ്റാരുമല്ല, സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, CP ആണ്. ഓക്കെ, അപ്പോൾ എൻതാൽപ്പി എന്ന് പറയുന്ന ടേമിനാണ് നിങ്ങൾക്ക് മെഷർ ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടെ കിട്ടി. കാരണം സ്പെസിഫിക് ഹീറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. CP നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് കാണാം, എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻഡ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് H നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാന്നർത്ഥം. ഓക്കെ, എക്സ്പെരിമെന്റിൽ ഡിറ്റർമൈൻ ചെയ്യാന്നർത്ഥം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. DH ബൈ dt അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി which value? Yes, specific heat capacity of heat capacity at constant pressure. Okay, അപ്പോൾ എൻതാൽപ്പി കാണാനുള്ള വഴിയും അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് തെർമോഡൈനാമിക് ഫംഗ്ഷൻ, നാലാമത്തത്. ഓക്കെ, അതിലേക്ക് കടക്കാം. അപ്പോൾ നാലാമത്തെ ഗിബ്സ് ഫംഗ്ഷൻ ആണ്. നാലാമത്തെ തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഗിബ്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. നമ്മൾ ഓരോ ഫംഗ്ഷൻ പറയുമ്പോഴും ഞാൻ നേരത്തെ 6 പെയറിൽ നിന്നും 2 മാറ്റി 2 കുറച്ചിട്ട് 4 പെയറിലെ പ്രഷർ ടെമ്പറേച്ചർ, വോളിയം ടെമ്പറേച്ചർ ഓർമ്മ നിങ്ങൾക്ക് അല്ലേ? റൈറ്റ്, അങ്ങനെ 4 പെയർ ആക്കിയിട്ട് മാറ്റണ്ടായിരുന്നു അല്ലേ? ടെമ്പറേച്ചർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ 4 പെയറും അല്ല 4 പെയറിൻ്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് ഞാനിവിടെ ഇന്റേണൽ എനർജി, പിന്നെ നമ്മളെ എൻതാൽപ്പിയും ഫ്രീ എനർജിയും
അല്ലേ, ഹെൽമോൾട്സ് ഫ്രീ എനർജിയും ഇപ്പോൾ ഗിബ്സ് ഫംഗ്ഷനൊക്കെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഞാൻ നേരത്തെയൊക്കെ ഓരോന്നും യു ഈസ് എ ഫംഗ്ഷൻ ഓഫ്, അല്ലേ, ഓരോന്ന് എഴുതിയില്ലേ, റൈറ്റ്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 4 ഫംഗ്ഷനാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഗിബ്സ് ഫംഗ്ഷൻ അതാ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ DH ചേഞ്ച് ഇൻ എൻതാൽപ്പിക്കുള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് എന്തായിരുന്നു, ഒന്ന് റിവേഴ്സ് അടിക്കുക, TdS പ്ലസ് VdP എന്നാണ്. TdS പ്ലസ് VdP. ഓക്കെ, റൈറ്റ്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം SDT ആഡ് ചെയ്ത് SDT മൈനസ് ചെയ്യുക. സോ DH ഈക്വൽ ടു TdS ഈസ് there. അതിനിവിടെ ഒരു SDT ആഡ് ചെയ്യുക, ഒരു SDT മൈനസ് ചെയ്യുക. ഓക്കെ, പ്ലസ് ആരുണ്ട്, ലാസ്റ്റ് ഒരു VdP ഉണ്ട്. അത് നേരത്തെ അവിടെ ഉള്ളതാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, റൈറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റത്തെ 2 ടേം TdS പ്ലസ് SDT എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പം എന്താ വരിക, DH മൈനസ് TdS മൈനസ് SDT ഈക്വൽ ടു, ഇത് രണ്ടും അല്ലേ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയത്, ബാക്കി ആരുണ്ട്, മൈനസ് SDT പ്ലസ് VdP അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു മാറ്റമില്ല. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം, DH മൈനസിനെ മൊത്തം പുറത്തെടുത്താൽ ഇത് ശരിക്കും എന്താവും, TdS പ്ലസ് SDT എന്നാവും. അതെന്താ, TdS പ്ലസ് SDT എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദ ഡെറിവേറ്റീവ് ഓഫ് TS, അല്ലേ, T ഇൻറ്റു DS പ്ലസ് S ഇൻറ്റു DT, മൈനസ് പുറത്തുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് SDT പ്ലസ് VdP. നേരത്തെ ആ മൈനസ് ഒക്കെ പുറത്തെടുത്ത് എഴുതിയിട്ടൊക്കെയാണ് പതുക്കെയാണ് മാറ്റിയത്. ഇപ്പോൾ ആ സ്റ്റെപ്പ് കട്ട് ചെയ്ത് നേരെ എഴുതി, കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 2 ഫംഗ്ഷനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരുമിച്ചിട്ട് ഡെറിവേറ്റീവ് ഓഫ് H മൈനസ് TS ഈക്വൽ ടു മൈനസ് SDT പ്ലസ് VdP എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഡെറിവേറ്റീവ് ഓഫ് H മൈനസ് TS ആണ് ഈ ടേം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഈ H മൈനസ് TS എന്ന് പറയുന്ന ടേമിനെയാണ് ഗിബ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. H മൈനസ് TS വിളിച്ച പേരെന്താണ്, ഗിബ്സ് ഫംഗ്ഷൻ ക്യാപിറ്റൽ G. അങ്ങനെയാണെങ്കിൽ താഴത്തെ ഇക്വേഷൻ എന്താവും, DG ഈക്വൽ ടു എന്നാവും. ഓക്കെ, മൈനസ് SDT പ്ലസ് VdP, കറക്റ്റ് അല്ലേ, DG ഈക്വൽ ടു മൈനസ് SDT പ്ലസ് VdP. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളുടെ ഗിബ്സ് ഫംഗ്ഷനെ, അല്ലേ, നേരത്തെ ഞാൻ കുറേ പേര് പറഞ്ഞില്ലേ, അതിൽ ഗിബ്സ് ഫംഗ്ഷന് ഞാൻ എഴുതുന്നത് ആരുടെ പേരായിട്ടാ, ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും പേരായിട്ടാ. ഇറ്റ്സ് എ പെയർ ഓഫ് T ആൻഡ് P. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഗിബ്സ് ഫംഗ്ഷൻ ടെമ്പറേച്ചറും പ്രഷറിൻ്റെയാണ്. അതുപോലെ എൻതാൽപ്പിയും നമ്മളെ ഇന്റേണൽ എനർജിയും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആ 4 പെയർ ഉപയോഗിച്ചിട്ടാണ് ആ 4 ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, 6 പേരുണ്ടായിരുന്നു, 2 ഞാൻ എങ്ങനെ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം കിട്ടിയ 4 പെയർ. ഓക്കെ, ഹിയർ ഏതാണ് പെയർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന പെയറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മുടെ പരിപാടി എന്താ, ഇവിടുന്ന് DG ആണോ, വാട്ട് ഈസ് DG? യെസ്, ഇറ്റ് ഈസ് dou-G by dou-T at constant pressure into dt plus dou-G by അടുത്ത പ്രഷറിൽ ചെയ്യണം, കൺസിഡറിങ് ടെമ്പറേച്ചർ ആസ് കോൺസ്റ്റന്റ് ഇൻറ്റു dP. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്, 1 and 2. 1 ഉം 2 കമ്പയർ ചെയ്യുക. 1 ഉം കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ dt ഉണ്ട്, ഇവിടെ dt ഉണ്ട്. അപ്പോൾ മൈനസ് S ഈക്വൽ ടു dou-G by dou-T ആണ്, അഥവാ മൈനസ് dou-G by dou-T at constant pressure give you entropy. അതുപോലെ രണ്ടാമത്തെ RHSൽ രണ്ടാമത്തെ ടേം നോക്കുക, dou-G by dou-P at constant temperature dP എന്ന് പറഞ്ഞാൽ അത് VdP ക്ക് ഈക്വൽ ആണ്. സോ വോളിയം ഈസ് ഈക്വൽ ടു എന്താണ്, dou-G by dou-P at constant temperature. അതാണ് ഇതൊന്ന് വോളിയം. കറക്റ്റ് അല്ലേ? ഓക്കെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റെഡി? യെസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സ് ആണ്, അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമുക്ക് വലിയ പ്രയാസമില്ല.
ഇനി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നോക്കിക്കോളേ. അപ്പോൾ അതിന് മുമ്പേ ഇവിടെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എൻട്രോപ്പിയും വോളിയം ഗിബ്സ് ഫംഗ്ഷൻ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പ്രോപ്പർട്ടീസ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഇതൊക്കെ എക്സാമിന് ചോദിക്കാനുള്ളതാണ്, അതുകൊണ്ട് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഒന്നാമത്തത് എന്താ ഗിബ്സ് ഫംഗ്ഷൻ? ജി ഈക്വൽ ടു എന്താ കിട്ടിയത്? എച്ച് മൈനസ് ടി എസ് ആണ് അല്ലേ? ഇതാ ജി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ്, റൈറ്റ്? ഓക്കെ, ഇനി ജി ഈക്വൽ ടു എച്ച് എന്താ? എൻതാൽപ്പി എന്താ? ഓർമ്മ ഉണ്ടോ? യു പ്ലസ് പി വി. യാ, ഡെഫിനറ്റ്ലി നിങ്ങൾ പറഞ്ഞാൽ ശരിയാ, യു പ്ലസ് പി വി ആണ് എച്ച്, മൈനസ് ടി എസ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി ജി ഈക്വൽ ടു എന്ന് നോക്കളെ, ഈ യുവും മൈനസ് ടി എസ് കൊടുക്കുക. യു മൈനസ് ടി എസ് എന്താ? യു മൈനസ് ടി എസ്, യെസ്, ഇറ്റ് ഈസ് ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ എഫ് അല്ലേ? അപ്പോൾ എഫ് പ്ലസ് എന്ത് കിട്ടി? പി വി. നോക്കിയാണ് ഒരു ഇക്വേഷൻ കിട്ടിയ നോക്കുക, ജി ഈക്വൽ ടു എഫ് പ്ലസ് പി വി. അതായത് ജി എന്താണ്? ഗിബ്സ് ഫംഗ്ഷൻ അല്ലേ? ജി ഈസ് ഗിബ്സ് ഫംഗ്ഷൻ. എഫ് എന്താ? എഫ് എന്തായിരുന്നു? യെസ്, ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഗിബ്സ് ഫംഗ്ഷനെയും ഹെൽമോൾട്ട്സ് ഫംഗ്ഷനെയും റിലേറ്റ് ചെയ്യിക്കുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, എന്താ കിട്ടിയത്? ജി ഈക്വൽ ടു എഫ് പ്ലസ് പി വി. ഈ ഫസ്റ്റ് ടേം എഫ് ആണ്, അത് മനസ്സിലാത്ത പ്രശ്നമില്ലല്ലോ. ഓക്കെ, യു മൈനസ് ടി എസിനെ എഫ് ആക്കി അല്ലേ? അത് എഫ് ആണല്ലോ, ആക്കിയെന്നല്ല, എഫ് ആണല്ലോ, റൈറ്റ്? ഇനി രണ്ടാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങളിതൊരു ഐസോതെർമൽ അതുപോലെ തന്നെ എന്തെന്ന് ഒരു ഐസോബാറിക് പ്രോസസ് ആണെന്ന് വിചാരിക്കുക. ഐസോതെർമൽ ആൻഡ് ഐസോബാറിക്. ഓക്കെ, ഒരു ഐസോതെർമൽ മീൻസ് ഡി ടി ഈക്വൽ ടു 0. ഐസോബാറിക് മീൻസ് ഡി പി പ്രഷറിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, അങ്ങനെ ഫ്രം ഇക്വേഷൻ 1 അല്ലേ? 1 ഒന്നാമത്തെ ഇക്വേഷൻ കാണില്ലേ? നടു നോക്ക് അല്ലേ? ആ നീല എഴുതിയ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? ഡി ജി ഈക്വൽ ടു മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി എന്നാണ്. ഡി ടിയും 0 ആണ്, ഡി പിയും 0 ആണ് ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഡി ജി ഈക്വൽ ടു 0 implies ജി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ ഏത് പ്രോസസ്സിലാണ് ഗിബ്സ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആവുന്നത്, റിമൈൻസ് കോൺസ്റ്റന്റ് ആവുന്നത്? ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ്സിൽ. സോ ഇൻ എൻ ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ് ഗിബ്സ് ഫംഗ്ഷൻ റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഫേസ് ട്രാൻസിഷൻ സമയത്ത്, ഓക്കെ, വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, ഫ്യൂഷൻ ഇങ്ങനെയുള്ള സമയത്ത് ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ ഗിബ്സ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയ റിസൾട്ട് അല്ലേ അത്? അപ്പം അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ചെയ്താൽ ഇൻ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ അല്ലേ? എന്താണ്? ഇൻ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻസ്. ഓക്കെ, നമുക്ക് ഉദാഹരണമായിട്ട് എന്തൊക്കെ പറയാം? യെസ്, ഫ്യൂഷൻ അല്ലെങ്കിൽ വാപ്പറൈസേഷൻ, ഓക്കെ, ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ എന്താണ്? ട്രാൻസിഷൻ ഇൻ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. നമുക്ക് സെന്റൻസ് അത് ചെയ്താൽ ഗിബ്സ് ഫംഗ്ഷൻ ജി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ നിങ്ങളുടെ വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്തും ഫ്യൂഷൻ നടക്കുന്ന സമയത്തൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് ഉത്തരം വേണം. അതാരാണ്? ഗിബ്സ് ഫംഗ്ഷൻ ആണ്. ക്യാപിറ്റൽ ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജി ഈസ് എ കോൺസ്റ്റന്റ്. വളരെ
ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പം അതിൽ ഇവിടെ ഇത് മനസ്സിലാവുന്ന ഒരു കാര്യം അറിയണം. ഇതൊന്ന് ഈ വേപ്പറൈസേഷൻ നടക്കുമ്പോൾ എന്ത് പ്രോസസ്സ് അത് അവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല അല്ലേ, ബോയിലിംഗ് പോയിന്റ് എത്തുന്നു അല്ലേ. ഇപ്പോൾ വെള്ളമാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയാലാണ് വേപ്പറായിട്ട് മാറുക അല്ലേ. ആ 100 ഡിഗ്രി കോൺസ്റ്റന്റ് ആയിരിക്കും. 100 ഡിഗ്രി മാറാതെയാണ് വെള്ളം മൊത്തം വേപ്പറാവുക. പിന്നെ വേപ്പറായി കഴിഞ്ഞാൽ മാത്രമേ ടെമ്പറേച്ചർ മാറുള്ളൂ. അതുവരെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ്. ദാറ്റ് മീൻസ് ഐസോതെർമലാണ്. അതുപോലെ പ്രഷർ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റിൽ നിൽക്കും. ഏത്? ഫേസ് ട്രാൻസിഷന്റെ സമയത്ത്. ദാറ്റ് മീൻസ് ആ ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ ഐസോബാറിക് പ്രോസസ്സാണ്. അങ്ങനെ ഒരു പ്രോസസ്സിൽ ഗിബ്സ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി, കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലായി. അതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, അത് ഓർമ്മിക്കാൻ വേണം. ഓക്കെ, എക്സാമിന് വരാം. എനിവേ 50 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ പാഠത്തിൻ്റെ ഒരു നല്ലൊരു തുടക്കമാണിത്. അപ്പോൾ ഇത് വലിയൊരു ലെക്ചറുമാണ്. അതുകൊണ്ട് സാവധാനം സമയമെടുത്ത് കാണുക, നോട്ട് ഉണ്ടാക്കി വെക്കുക. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.